മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ജോഷുവ 24:15, The book of Joshua, chapter 24, verse 15. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. പൊതുജന അഭിപ്രായം മനസ്സിലാക്കി അതിനനുസരണമായ വിധത്തിൽ സ്വന്തം അഭിപ്രായം രൂപപ്പെടുത്തുന്നവരുണ്ട്. പ്രസ്തുത സ്വന്തമായ അഭിപ്രായമുള്ളവരും അതിൽ ഉറച്ചു നിൽക്കുന്നവരുമുണ്ട്. കാര്യമായി എന്തെങ്കിലും ജീവിതത്തിൽ നേടണമെന്നുള്ള ആളുകൾ സ്വന്തമായ ആശയങ്ങളും അഭിപ്രായങ്ങളുമുള്ളവരായിരിക്കണം. പലരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതനുസരിച്ച് അഭിപ്രായങ്ങൾ മാറി മാറി അംഗീകരിച്ച് പ്രവർത്തിച്ചാൽ നാം പരാജയപ്പെടും. ആവുന്നത്ര പലരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ച ശേഷം നമ്മുടെ സ്വന്തം അഭിപ്രായം രൂപപ്പെടുത്തണം. അതിനുശേഷം പ്രവർത്തിക്കണം. കാനാൻ നാട്ടിൽ പ്രവേശിച്ച ഇസ്രായേൽ ജനത്തോട് അവർ ആരെയാണ് ആരാധിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ജോഷുവ ചോദിച്ചു. അവരുടെ മറുപടി കേൾക്കുന്നതിന് മുൻപ് തന്നെ ഞാനും എൻ്റെ കുടുംബവുമോ ദൈവത്തെ സേവിക്കുമെന്ന് ജോഷുവ വ്യക്തമായി പറഞ്ഞു. ജോഷുവയ്ക്ക് സ്വന്തം അഭിപ്രായം ഉണ്ടായിരുന്നു, ആശയധീരമായിരുന്നു. ജോഷുവയെ നേതാവായി ദൈവം തെരഞ്ഞെടുത്തതിന്റെ കാരണം തന്റെ ഈ സ്വഭാവമായിരുന്നു. പല വർഷങ്ങൾക്ക് മുൻപ് 12 പേരടങ്ങിയ ഒരു സംഘത്തെ കാനാൻ നാട് ഉറ്റുനോക്കുവാൻ മോശെ അയച്ചു. അവരിൽ 10 പേർ ആ മല്ലന്മാരെ കണ്ട് ഭയപ്പെട്ട് യുദ്ധത്തിന് പോകുവാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടു. ജോഷുവയും ഭൂരിപക്ഷത്തോട് യോജിക്കാതെ അവരുടെ ബോധ്യം തുറന്നു പറഞ്ഞ് അവന്റെ ബോധ്യത്തിൽ ഉറച്ചു നിന്നു. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടവരിൽ ജോഷുവയും കാലേബും മാത്രമേ കാനാനിൽ പ്രവേശിച്ചുള്ളൂ. യഹോവയോട് ആലോചിച്ച് ചെയ്യുന്ന തീരുമാനമാണ് തനിക്കുള്ളതെന്ന് ഉത്തമ ബോധ്യം ജോഷുവയെ ധീരനാക്കി. ദൈവത്തിൽ ആശ്രയിച്ച് നാം ചെയ്യുന്ന തീരുമാനം ഒരിക്കലും തെറ്റുകയില്ല. ഉത്തരവാദപ്പെട്ട ചുമതലകൾ നിറവേറ്റപ്പെട്ടവർ സ്വന്തം അഭിപ്രായമില്ലാത്തവരെങ്കിൽ വലിയ വിപത്തുകൾക്ക് അധീനരാകും. ദൈവത്തോട് ആലോചിച്ച് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തി അതിൽ ഉറച്ച് പതറാതെ പ്രവർത്തിച്ചാൽ നമ്മൾ പരാജയപ്പെടുകയില്ല. മനുഷ്യമുഖം നോക്കിയല്ല, ദൈവമുഖം നോക്കിയാണ് നാം തീരുമാനമെടുക്കേണ്ടത്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.